ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നുണ്ട്. അൽഹംദുലില്ലാ നമ്മളിവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുകയാണ്. പിന്നെ സൗണ്ടിന് ചെറിയൊരു മാറ്റമുണ്ട്, അപ്പോൾ അതാരും മൈൻഡ് ചെയ്യേണ്ട. യാത്രാക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ആ സൗണ്ടിന് വ്യത്യാസങ്ങളാണ്. അങ്ങനെ നമ്മളിതാ തിരിച്ച് നാട്ടിലേക്ക് പോരാണ്. ഇക്കാൻ്റെ അടുത്തുനിന്ന് 3 മാസങ്ങൾക്ക് ശേഷം. 3 മാസമൊക്കെ പെട്ടെന്ന് കഴിഞ്ഞ് പോയിട്ടുണ്ട്. നമ്മൾ ഉംറ വിസ ആയതുകൊണ്ട് തന്നെ നമുക്ക് നീട്ടാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ 3 മാസം കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് പോരാണ്. അപ്പോൾ ജിദ്ദ എയർപോർട്ടിലാണ് ഉള്ളത്. ഒരു 5:30 ആകുമ്പോഴായിരുന്നു കേട്ടോ ഫ്ലൈറ്റ്. അപ്പോൾ നമ്മൾ 2 മണിയാകുമ്പോഴത്തേന് തന്നെ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. കാരണം നാട്ടിലേക്ക് ഞാൻ കണക്ഷൻ ഫ്ലൈറ്റിലാണ് നമ്മൾ തിരിച്ചും പോരുന്നത്. അപ്പം മക്കളെയൊക്കെ കൊണ്ട് പോരുമ്പം ഒരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നോക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയതാണ് കേട്ടോ. അങ്ങനെ ലഗേജ് കാര്യങ്ങളൊക്കെ ഇറക്കുകയാണ്. അതുപോലെ തന്നെ ഇക്കാൻ്റെ കടയിലുള്ള കാക്കയും ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കൂടെ ആക്കി തരാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ അവിടുന്ന് സംസം വെള്ളമൊക്കെ വാങ്ങിച്ച് നാട്ടിലേക്ക് പോവല്ലേ, ഉംറയൊക്കെ കഴിഞ്ഞ് പോവല്ലേ. അപ്പോൾ നമ്മൾ 3 പേർക്കുള്ള സംസം വെള്ളമൊക്കെ വാങ്ങി അങ്ങനെ നമ്മൾ എയർപോർട്ടിനുള്ളിലേക്ക് കയറുകയാണ്. പിന്നെ ഇത്യാദാണ് ഫ്ലൈറ്റ്. 5:30ക്കാണ് ഫ്ലൈറ്റ്, രാവിലെ 5:30ക്കാണ് ഫ്ലൈറ്റ്. പിന്നെ കണക്ഷൻ ഫ്ലൈറ്റാണ്, അബുദാബിയിലേക്കാണ് കണക്ഷൻ വരുന്നത്. നമുക്കുള്ള ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. നമ്മളൊരു അരമണിക്കൂറിൻ്റെ അടുത്ത് പിന്നെ വെയിറ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ എന്താ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് ഓടാണ് അവൾ. ഫ്ലൈറ്റ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടുള്ള ഓട്ടാണ്.
പിന്നെ നമുക്ക് ഹെൽപ്പിനായിട്ട് അവിടെ ഒരാളെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ നാട്ടിൽ തന്നെ ഉള്ള ഒരാളായിരുന്നു. ഭയങ്കരമായിട്ട് ഹെൽപ്പായിരുന്നു കേട്ടോ മക്കളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. കാരണം പോരുമ്പോൾ തന്നെ നമുക്കൊരു പേടിയോട് കൂടിയാണ് പോകുന്നത്. പക്ഷെ അവിടെ എത്തിയ ഒരാളുണ്ട് നമുക്ക് ഹെൽപ്പിനായിട്ട് നാട്ടിൽ നിന്ന്. കാരണം കണക്ഷൻ ആകുമ്പോൾ അബുദാബിയിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് തിരിച്ച് പോരുമ്പോൾ എങ്ങോട്ടാണ് എങ്ങനെയാണെന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ വേണമല്ലോ. അപ്പോൾ നമ്മൾ വിചാരിച്ച മതിൽ തന്നെ ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പകുതി ഒരു ആശ്വാസം എന്ന് പറയാമല്ലോ. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ മക്കൾ 2 പേരും നല്ല ഉറക്കമാണ്. ഒരു ഫ്ലൈറ്റ് എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ഉറക്കം ഉറങ്ങിയിട്ടുണ്ട്. അങ്ങനെ അവരെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീക്കുമ്പോഴത്തേനും അവിടെ എത്തുമല്ലോ എന്നുള്ള രീതിയിലായിരുന്നു. പിന്നെ നമുക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. രാവിലെ ഫ്രൂട്ട്സും അതുപോലെ തന്നെ കേടും പിന്നെ ബെന്നോ അങ്ങനെ എന്തോ ആണ്. പിന്നെ ഒരു ജ്യൂസും. പിന്നെ ഫുഡൊന്നും അത്ര വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല മക്കൾക്ക് കഴിക്കാൻ. അവർക്കും വലിയൊരു താല്പര്യം ഇല്ലായിരുന്നു. മഷ്റൂംസും സോസേജും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് അവിടെ നിന്ന് ഇറങ്ങി. ഫ്ലൈറ്റ് ഇറങ്ങുമ്പോൾ ഭയങ്കരമായിട്ട് കരച്ചിലായിരുന്നു മോള്. കാരണം അവൾ തിരിച്ച് ഫ്ലൈറ്റിൽ തന്നെ കയറണം, ഉപ്പാൻ്റെ അടുത്തേക്ക് പോകണം. ഭയങ്കരമായിട്ട് കരച്ചിലൊക്കെ വന്നിട്ട് അവളാകെ ക്ഷീണിച്ച്. പിന്നെ ഞാനെടുത്ത് പിന്നെ അവൾ തോളിൽ കടന്നങ്ങ് ഉറങ്ങിപ്പോയി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഹെൽപ്പിന് ഈ ഒരു സിറ്റുവേഷനിലാണ് നമുക്ക് കൂടുതലായിട്ട് ആൾ വേണ്ടത്. കാരണം നമ്മൾ ബാഗ് കാര്യങ്ങളൊക്കെ എന്താ ചെയ്യുക, മക്കളൊക്കെ ഇങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആരാ ബാഗ് എടുക്കുക എന്നൊക്കെ ഉള്ളത് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ ഒപ്പമുള്ള ആൾ നമ്മളെ ബാഗ് കാര്യങ്ങളൊക്കെ പിടിച്ച് തന്ന് പിന്നെ അതുപോലെ തന്നെ മോളെ എടുക്കാനൊക്കെ സഹായിച്ചിട്ടുണ്ട്. അടുത്ത ഫ്ലൈറ്റ് അബുദാബിയിൽ നിന്നായതുകൊണ്ട് തന്നെ എയർപോർട്ടും കാണാൻ കഴിഞ്ഞിട്ടോ. അങ്ങനെ ഒരുപാട് ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ജസ്റ്റ് നമ്മൾ കണ്ടിട്ട് ഒന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നമ്മൾ 5 മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഒരു 9 മണിക്കാണ് നമ്മൾ അവിടെ എത്തിയത്. തിരിച്ചിട്ടുള്ള ഫ്ലൈറ്റ് ഒരു 2:30 ആകുമ്പോഴാണ് എടുക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതുവരെ അവിടെ വെയിറ്റ് ചെയ്ത് ഇരുന്നതായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ 5 മണിക്കൂറോളം അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. പിന്നെ മക്കൾ അവിടെ കിടന്ന് കുറച്ച് ഉറങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരു 2:30 കറക്റ്റ് 2:30ക്ക് തന്നെ അവിടുന്ന് ഫ്ലൈറ്റ് എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറുകയാണ്. നാട്ടിലേക്ക് ഏകദേശം ഒരു 8 മണി, രാത്രി ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേനും എത്തുന്നായിരുന്നു പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വെജിറ്റബിൾ റൈസും അതുപോലെ തന്നെ പരിപ്പ് കറിയും മക്കൾക്ക് പാസ്തയും ആയിരുന്നു കേട്ടോ ഫുഡ് ഉണ്ടായിരുന്നത്. രാവിലത്തേനാട്ടിലും കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്.
മക്കൾ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നല്ലൊരു ഉറക്കം ഉറങ്ങി ഫ്ലൈറ്റിൽ നിന്ന്. നമ്മൾ നാട്ടിലെത്താൻ നേരത്താണ് അവരെ എണീപ്പിച്ചത്. പിന്നെ ഇക്കാൻ്റെ അനിയനാണ് പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നത് എയർപോർട്ടിൽ. അപ്പോൾ എൻ്റെ കസിൻ്റെ നിക്കാഹ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇൻഷാ അല്ലാഹ് വരുന്നതാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും വേണം. ഇൻഷാ അല്ലാഹ് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത്. ബായ്, അസ്സലാമു അലൈക്കും.